പരസ്യ വ്യക്തിത്വ അവകാശങ്ങളിൽ സംരക്ഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ പുതിയ അപേക്ഷ സമർപ്പിക്കാൻ മോഹൻലാലിനോട് ഡൽഹി ഹൈക്കോടതി. നടന്റെ ചിത്രങ്ങളും വീഡിയോകളും ശബ്ദങ്ങളും ഉപയോഗിച്ച് പ്രചാരണം നടത്തുന്ന എല്ലാ ലിങ്കുകളും ക്രോഡീകരിച്ച് പുതിയ അപേക്ഷ നൽകാനാണ് മോഹൻലാലിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ MF ഫിലിപ്പിനോട് കോടതി ആവശ്യപ്പെട്ടത്. വെള്ളിയാഴ്ച കോടതി വീണ്ടും കേസ് പരിഗണിക്കും. തന്റെ ശബ്ദം, ചിത്രം, സംഭാഷണങ്ങൾ എന്നിവ AI വീഡിയോകളിലും പരസ്യങ്ങളിലും ഉൾപ്പെടെ അനുമതിയില്ലാതെ ഉപയോഗിക്കുന്നത് തടയണമെന്നാണ് മോഹൻലാൽ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 5 തരത്തിലാണ് താരത്തിന്റെ വ്യക്തിത്വം ദുരുപയോഗം ചെയ്യുന്നതെന്ന് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. AI ഡീപ് ഫേക്ക് ചിത്രങ്ങളും വീഡിയോകളും നിർമ്മിച്ച് ബോഡി ഷേമിംഗ് നടത്തുന്നു. താരത്തിന്റെ ശബ്ദം എങ്ങനെ ക്ലോൺ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന വീഡിയോ യൂട്യൂബിൽ ലഭ്യമാണെന്നും മോഹൻലാലിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. കേസ് പരിഗണിച്ച കോടതി വിഷയം ഗുരുതരമാണെന്ന് അഭിപ്രായപ്പെട്ടു. കേസ് ഡൽഹി ഹൈക്കോടതിയുടെ പരിധിയിൽ വരില്ലെന്ന് മെറ്റയുടെ അഭിഭാഷകൻ വാദിച്ചു. നടൻ കേരളത്തിൽ നിന്നുള്ള വ്യക്തിയാണെന്നും കേസിലെ മറ്റ് കക്ഷികളും ഡൽഹിക്ക് പുറത്താണെന്നും മെറ്റയുടെ അഭിഭാഷകനായ വരുൺ പഥക് കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ലിങ്കുകൾ ക്രോഡീകരിച്ച് നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ ഓരോ നിമിഷത്തിലും പുതിയ ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണെന്ന് മോഹൻലാലിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. തുടർന്നാണ് പുതിയ അപേക്ഷ നൽകാൻ കോടതി നിർദ്ദേശിച്ചത്. ജസ്റ്റിസ് ജ്യോതി സിംഗിന്റെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. നേരത്തെ സമാനമായ ആവശ്യമുന്നയിച്ച് നിരവധി ബോളിവുഡ് താരങ്ങൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അനിൽ കപൂറിനും അമിതാഭ് ബച്ചനും ഉൾപ്പെടെ അനുകൂല ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിരുന്നു. ജനം, ഡൽഹി.